യെരുശലേമിൻ്റെ മതിലുകൾ പുനർനിർമ്മിക്കുന്നതിൽ നിന്നും നെഹമ്യാവിനെ തടയാൻ അവൻ്റെ ശത്രുക്കൾ അവനെക്കുറിച്ച് പല കിംവദന്തികൾ പരത്തുകയുണ്ടായി. ഒരാൾ പറഞ്ഞു, നീയും യഹൂദന്മാരും മത്സരിപ്പാൻ ഭാവിക്കുന്നു, അതുകൊണ്ടാകുന്നു നീ മതിൽ പണിയുന്നത്. നീ അവർക്ക് രാജാവാകുവാൻ വിചാരിക്കുന്നു. അങ്ങനെ പലരും നെഹമ്യാവിനെതിരായി പല കഥകളും മെനഞ്ഞുണ്ടാക്കി. ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷയിൽ വിമർശനങ്ങൾ സ്വാഭാവികം. നാം ഒരിക്കൽ പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങളായിരിക്കാം പലരും നമ്മെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് പ്രയാസവും ദുഃഖവും ഉണ്ടാകും. എന്നാൽ നാം നിരാശപ്പെട്ടു പോകരുത്. വിമർശനങ്ങളുടെ കല്ലുകൾ നമുക്ക് നേരെ പലർ എറിയുമ്പോൾ ആ കല്ലുകളിൽ തട്ടി വീഴാതെ ആ കല്ലുകളെ കൊണ്ട് പണിയുകയത്രേ വേണ്ടത്. വിമർശകർക്കും വിമർശനങ്ങൾക്കും നാം കൂടുതൽ ശ്രദ്ധ കൊടുക്കരുത്. പകരം കർത്താവ് തന്ന ദർശനത്തിനും ആലോചനയ്ക്കും മുൻതൂക്കം നൽകി മുൻപോട്ട് നോക്കി പണി തുടരുക. നമുക്ക് മുമ്പിൽ ഇതാ അവസരങ്ങൾ തുറന്നു കിടക്കുന്നു. ഇതറിയാവുന്ന പിശാച് എതിർപ്പുകളുടെ മൂർച്ച കൂട്ടുന്നു. അവസരത്തിനൊത്ത് എതിർപ്പും വരുമെന്ന് തിരിച്ചറിയുക. പൗലോസ് ഇങ്ങനെ എഴുതുകയുണ്ടായി. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. നാം വിജയിക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലർ നമ്മെ വിമർശിക്കുന്നത്. ഒരിടത്ത് വായിച്ചതത്രേ, നാം വിമർശിക്കപ്പെടുമ്പോൾ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. തിരുത്തേണ്ടതായി വല്ലതുമുണ്ടെങ്കിൽ തിരുത്തുക. ഇല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളെ അവഗണനാർഹങ്ങളായി തള്ളുക. നാം വിമർശനങ്ങളുടെ മുമ്പിൽ തൊട്ടാവാടികളായി തീരരുത്. വിമർശനങ്ങൾ കൊണ്ട് ആർക്കും വളയ്ക്കാനോ മുറിക്കാനോ കഴിയാത്ത ഒരു മനസ്സ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നാം ഓർക്കുക. ദൈവം നമ്മെ വഴി നടത്തുന്നു എന്ന ഉറച്ച വിശ്വാസമുള്ളവർക്ക് യാതൊരു വിമർശനത്തെയും ഭയപ്പെടാനില്ല. നാം തുടങ്ങിവെച്ച ശുശ്രൂഷ, ആത്മീയ പ്രവൃത്തികൾ ദൈവം തന്ന ദർശനങ്ങളായതിനാൽ സാത്താൻ നമ്മെ അഭിനന്ദിക്കുകയല്ല, പകരം നമ്മോട് പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഒന്നോർത്തുകൊള്ളുക, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. Have a pleasant day.